ശ്രീ രജനീസ് ഉണ്ണിത്താൻ കോൺഗ്രസ് പ്രതിനിധിയാണ്. അല്പസമയം മുമ്പ് ഈ ചർച്ചയിൽ സംസാരിച്ച ഇടത് പ്രതിനിധി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 182 കോടിയുടെ ഈ ക്രമക്കേടുകളെ കുറിച്ചാണല്ലോ ആദ്യം അന്വേഷണം ആരംഭിക്കുന്നത്. അതിൽ 2.78 കോടി രൂപയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത് എന്നാണ് ബിജി എബ്രഹാം ചൂണ്ടിക്കാട്ടിയത്. ഈ കർത്തയുടെ മാസപ്പടി ഡയറിയിൽ RC, OC, KK അങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ ഉണ്ടായിരുന്നല്ലോ. അതിൽ 2 പേർ ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗം കൂടിയാണ്. അതുകൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ബിജി എബ്രഹാം നമ്മളോട് സംസാരിച്ചത്. അല്പസമയം മുമ്പ് മുതലക്കുളത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും രാഷ്ട്രീയ വേട്ട എന്നുള്ള ഇരവാദം CPM ഉന്നയിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്നത്? നോക്കൂ നീലിമ, ഇതിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറ്റി പറഞ്ഞു പോകുന്ന ശൈലി CPM-ന് പണ്ടേ ഉള്ള കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം ഈ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അപ്പോൾ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ സംഭാവനകൾ സ്വീകരിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നും ഇന്നലെയും നാളെയും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭാവനകൾ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ സ്വീകരിക്കാറുണ്ട്. അല്ലാതെ ഈ പറയുന്ന രീതിയിലേക്ക് കരിമണക്കർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെ CMR കമ്പനിയുമായി ബന്ധപ്പെട്ട് വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അത് ഒരു ജോലിയും ചെയ്യാതെ മാസപ്പടി എന്ന രീതിയിലേക്ക് തന്റെ മകളെ ഉപയോഗിച്ച് തന്റെ മകളുടെ കമ്പനിയിലേക്ക് അക്കൗണ്ടിലേക്ക് അയപ്പിച്ച് 2.75 കോടി രൂപയോളം അയപ്പിച്ചിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും സംഭാവന ഇനത്തിൽ ഏതെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ആരോപിച്ചു പോകുന്ന രീതിയിലേക്ക് CPM-നെ പോലെയുള്ള പാർട്ടി അതപ്പതിച്ചു പോയിരിക്കുകയാണ്. CPM ഈ പറയുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നുണ്ടല്ലോ, ഇവരോട് ചോദിക്കുവാനുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് മുമ്പ് നിങ്ങൾ ചോദിച്ചു കാണും. ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എന്ത് സേവനമാണ് ചെയ്തത് എന്നുള്ളത് അതിനൊരിക്കലും ഇടതുപക്ഷ പ്രതിനിധിക്കോ മുഖ്യമന്ത്രിക്കോ വീണ വിജയനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കോ മറുപടിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നുണ്ട് എന്താ സബ് കോൺട്രാക്ടറും മറ്റേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കരിമണൽ കർത്തയുടെ കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു IT കമ്പനി അല്ല. അവിടെ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് സോഫ്റ്റ്വെയർ വല്ലതും ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ഈ പറയുന്ന CMR കമ്പനി കൊടുത്തിയോ എക്സാലോജിക് കമ്പനി കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് രണ്ടാമത്തെ കാര്യം. അവിടവുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ പവർ പോയിന്റ്, എക്സൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആ സേവനം കൊടുത്തെന്ന് ആദ്യം പറഞ്ഞു. ഈ പവർ പോയിന്റ്, എക്സൽ അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകൾ അത് നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കുവാനും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതുമാണ്. അതുമായി മെയിൻ്റെനൻസിന് വേണ്ടി ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ആവശ്യപ്പെടേണ്ടോ അല്ല ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ സേവനം കിട്ടേണ്ട ആവശ്യകത ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വർത്തമാനകാലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. പിന്നീട് ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ആരോപണങ്ങൾ വരുമ്പോഴാണല്ലോ ED-യുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന രീതിയിലേക്ക് അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഈ വീണ വിജയൻ താമസിച്ചത് പിണറായി വിജയന്റെ വീട്ടിലാണെങ്കിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിന് ചെല്ലുന്നത്. ED അന്വേഷണത്തിന് ചെല്ലുമായി ബന്ധപ്പെട്ട് അവര് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടി ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ അല്ല, ഒരു രൂപ പോലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ബാലസംഘത്തിലും SFI-ലും DYFI-ലും ഒന്നും പ്രവർത്തിക്കാത്ത വീണ വിജയന് നേരെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ കള്ളപ്പണത്തിന്റെ കേസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം വരുമ്പോൾ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടിക്കൊണ്ട് അവിടെയുള്ള DYFI-കാരെയും SFI-കാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ED-യുടെ വാഹനം അടിച്ചു പൊട്ടിക്കുകയും CIT-ന് ഇവരുടെ ഏതന്നെ യൂണിയനിലുള്ള ഒരു പാവപ്പെട്ടവനെ വാഹനം അടിച്ചു പൊട്ടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്ത് വലിയ സമര അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വളരെ വലിയ രീതിയിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായപ്പോൾ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഇനിയും ഈ പാർട്ടിപരമായി ഇത് ഏറ്റെടുക്കാൻ പോകുന്നില്ല, പാർട്ടിയുമായി ബന്ധമില്ല, ഇവർ വ്യക്തിപരമായി പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഇത് ആവർത്തിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രം ഒന്ന് വായിച്ചു നോക്കണം. ആ പത്രത്തിനകത്ത് അവരുടെ ഈ പത്രവുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചിരിക്കുന്നത് മുഖവാസികൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. ED-യെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ പാർട്ടി പത്രം പോലും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ്.
അത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ചെന്നുപെട്ടത് എവിടേക്കാണ്? CPM നേതാക്കന്മാരുടെ വീട്ടിലാണ്, MLA മാരുടെ വീട്ടിലേക്കാണ്, CPM ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഇവർക്ക് ഒരു രീതിയിലും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ മാത്രമല്ല, വീണയെ കൊണ്ട് ഇത് വാങ്ങിച്ചവരും അല്ലെങ്കിൽ വീണ ഈ പൈസ ഹവാല ഇടപാടിൽ നടത്തിയവരും എല്ലാം ഇതിൽ പ്രതിക്കൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജാലിത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന രീതിയിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുകളിലേക്ക് ചാപ്പൂട്ടുന്ന രീതിയിലേക്കുള്ള സംസാരം വരുന്നത്. ഇവരിപ്പോഴും ഇവരെ തള്ളിപ്പറയുന്നില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്, വക്താക്കന്മാരാണ്. ബിനീഷ് കോടിയേരിക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജ് അല്ലെങ്കിൽ എന്ത് മാനമാണ് വീണ വിജയൻ ഈ പാർട്ടിയിലുള്ളത്? കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു മനുഷ്യൻ, CPM സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറിയുടെ മകന് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ആ സ്വന്തം നിലയ്ക്ക് പോകണം എന്ന് പറഞ്ഞ പിണറായി വിജയന് ഇന്ന് ഈ പറയുന്ന സ്വന്തം മകൾക്ക് പേരെ കേസ് വരുമ്പോ അതിനെതിരെ അക്ഷരം മിണ്ടുവാൻ ഈ പാർട്ടിക്കകത്ത് ആരുമില്ലേ? ഇതിപ്പോ സത്യം പറഞ്ഞ CPM ആണോ അതോ പിണറായി കമ്പനിയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിണറായി നിയമിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് CPM-നകത്ത് നടക്കുന്നത്. അവരുടെ കുടുംബത്തിന് വേണ്ടി ഒരു അച്ഛൻ എന്ന രീതിയിൽ പിണറായി വിജയൻ ചെയ്യുന്നത് ശരിയാ, സ്വന്തം മകളെ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാ. പക്ഷെ അതിന് ഈ പാർട്ടി എന്താണ് ഇങ്ങനെ ആയി പോകുന്നത്? ഈ പറയുന്ന ഒരുപാട് പേര് കൊടി കുത്താനും തല്ലു വാങ്ങിക്കാനും ഇവർ പറയുന്ന കേട്ടോണ്ട് ഇഷ്ടിക എടുത്തോണ്ട് പോകാനും ഒക്കെയുള്ള ഒരുപാട് പാവപ്പെട്ടവരായ DYFI-ക്കാരും SFI-ക്കാരും ഒക്കെ ഈ നാട്ടിൽ നിൽക്കുക. അവരെയൊക്കെ ഉപയോഗിക്കുകയാണെന്നേ. ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ പ്രതിബദ്ധത, ജനങ്ങളോടുള്ള ഒരു പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരു പ്രതിബദ്ധത കാണിക്കാതെ ഒരു കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ കുടുംബം മൊത്തവും അഴിമതിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാർട്ടി ഇങ്ങനെ അതപ്പതിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള വക്താക്കന്മാർ വന്നിരുന്ന് അവരെ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അവരെ ന്യായീകരിക്കുന്നത് എന്താണ് ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? കേരള ജനങ്ങളോട് ഈ പറയുന്ന പാർട്ടിക്ക് പണ്ടേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് നഷ്ടപ്പെട്ടു പോയതാ. പണ്ട് ഇവരുടെ ഈ പറയുന്ന രീതിയിലുള്ള CPM എന്ന് പറയുന്നത് ഇവരുടെ കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു പോയതാ, ഇവരുടെ ഇടതുപക്ഷം നഷ്ടപ്പെട്ടു പോയതാ. പക്ഷേ ഇപ്പൊ അതെല്ലാം പറയുമ്പോൾ പോലും അതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ പോലീസ്, ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മൾ ഇന്നലെയും ആ വിഷയം ഉയർത്തിക്കാട്ടിയതാണ്. അവിടെ ED ആക്രമണ കേസിലെ പ്രതികൾക്ക് ഓണസദ്യ ഒരുക്കുന്ന കേരള പോലീസിനെയാണ് കണ്ടത്, ചെന്നിത്തലയുടെ പോലീസിനെയാണ് കണ്ടത്. അതുകൂടി നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമാക്കേണ്ടതുണ്ട്.